പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഭയമാണ്. ഞാനിപ്പോൾ ഭയത്തിലായിരിക്കുന്നു. എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരു ഭയമാണ്. പണ്ടൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ചിലരോട് സംസാരിക്കുമ്പം പേടി, ചില യാത്ര ചെയ്യുമ്പോൾ പേടി, ഒറ്റയ്ക്കിരിക്കുമ്പം പേടി, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ കേട്ടാൽ ഭയങ്കര പേടി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ കാരണമായത്, ഇന്നലെ രാത്രിയിൽ മീറ്റിംഗ് ഇരിക്കുമ്പോഴും ഞാൻ ഹാളിലെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തു, പാസേജിൽ മാത്രം ലൈറ്റ് ഓൺ ചെയ്തു. കുഞ്ഞുങ്ങളും ഹസ്ബൻഡും പുറത്തു പോയി. മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ സംസാരിക്കുന്ന പോലൊരു സൗണ്ട് ഞാൻ കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ 2-3 പ്രാവശ്യം ഞാൻ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും ഇവിടെയൊന്നുമില്ല. പെട്ടെന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ തോട്ട് പാറ്റേണിൽ അത് വന്നതാണ്. അതിലെ പാസേജ് അതിൻ്റെ കോറിഡോറിൽ പോയി ആരെങ്കിലും സംസാരിച്ചത് ഞാനിതിനെ പോകാൻ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അത് ഭയമായിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കാമായിരുന്നു. എന്തെല്ലാം ഭയത്തിൽ എനിക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് മെസ്സേജ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ബാൽക്കണിയിൽ പ്രാവ് ഒരു ഭയങ്കര സൗണ്ടാണ്. അത് ഇങ്ങനെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ റെക്കോർഡ് ചെയ്യാൻ ഡിസ്റ്റർബ് ആണല്ലോ, ആ സൗണ്ട് ഒന്ന് മാറ്റിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പ്രാവ് സൈലൻ്റായി. സ്തോത്രം. നമുക്കളുടെ മേൽ എല്ലാത്തിൻ്റെ മേലും സബ്ഡ്യൂ ചെയ്യുവാനുള്ള അധികാരത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനും ഹവ്വയ്ക്കും കർത്താവ് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലും ദൈവ പൈതലാകുന്ന നമ്മുടെ മേൽ എല്ലാത്തിനെയും സബ്ഡ്യൂ ചെയ്യാനുള്ളൊരു കൃപ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുണ്ട്. 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഞാൻ വായിക്കാം. ആൻഡ് ദ ലോർഡ് വിൽ ഡെലിവർ മീ ഫ്രം എവറി ഈവിൽ വർക്ക് ആൻഡ് പ്രിസർവ് മീ ഫോർ ഹിസ് ഹെവൻലി കിങ്ഡം. ടു ഹിം ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ആമേൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, താൻ എഴുന്നേറ്റ് നിന്നപ്പോൾ കർത്താവാണ് എന്നെ ശക്തീകരിച്ചത്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാനായിട്ട് ദൈവം എനിക്ക് തുണ നിന്നു. സിംഹത്തിൻ്റെ വായിനെ അടച്ചു, എന്നെ ഡെലിവർ ചെയ്തു. എല്ലാ ഈവിൽ നിന്നും എന്നെ ഡെലിവർ ചെയ്തു. കാരണം അവൻ എന്നെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ് തൻ്റെ കിങ്ഡത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി. എന്തിനാണ്? അവന് മഹത്വം എടുക്കുവാനായിട്ട്. ഇതാണ് നമ്മളെ ഭയത്തിൽ നിന്നും വിടുവിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യം. ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, എന്നെ ദൈവം പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞു. നീ ദൈവപൈതലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ലാസ്റ്റിലത്തെ വാക്യത്തിൽ പറയുന്നു, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യുവർ സ്പിരിറ്റ്. അപ്പം നമ്മുടെ സ്പിരിറ്റിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നത് നമ്മുടെ സ്പിരിറ്റിലാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ബോൺ അഗെയിൻ ആകണം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്പിരിറ്റും ദൈവത്തിൻ്റെ സ്പിരിറ്റും തമ്മിൽ സംസാരിക്കണം. എപ്പോഴും ഓവർകം ചെയ്യണം. ജഡത്തെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ചതെങ്കിൽ നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇനി 121-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, സങ്കീർത്തനം 127-ൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങൾ ബൈബിളുള്ളവർ അത് എടുത്തിട്ട് എൻ്റെ കൂടെ വായിക്കുക. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. അപ്പം നിന്നെയും പരിപാലിക്കും, നിൻ്റെ പ്രാണനെയും പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? ഭയം വരുന്നത് നമ്മുടെ ചില ചിന്തകളിൽ നിന്ന്. നമുക്ക് ഓവർ റൂൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഇമാജിൻ, ഒരു വീട്ടിൽ ഒരു യജമാനനുണ്ട്, അവൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്. അപ്പം രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഈ ജോലിക്കാരനെ ഭയന്നിട്ട് ആ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വീട്ടിൽ എങ്ങനെയായിരിക്കും നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? എന്നാൽ ആരാണ് സത്യത്തിൽ ഭയക്കേണ്ടത്? ജോലിക്കാരൻ യജമാനനെയാണ് ഭയക്കേണ്ടത്. പലപ്പോഴും നമ്മളിങ്ങനെയാണ്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഭയക്കുകയാണ്. അവനെ കാൽവറിലെ ക്രൂശിൽ കർത്താവ് ജയോത്സവം കൊണ്ടിട്ടതാണ്. അവൻ കൊണ്ടുപോയ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ഇപ്പം കൈവശമുള്ളത് കർത്താവിനാണ്. ഹി ഹാസ് റിസറക്റ്റഡ്. അവൻ ജയിച്ചു. നമ്മൾ അതുകൊണ്ട് അവൻ്റെ മക്കളായതുകൊണ്ട് അവനിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചിലരുടെ ഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് യോഹന്നാൻ 14 പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് അടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ബോൺ അഗെയിൻ ആകാൻ അതിനാണ് പറഞ്ഞത്.
ആമേ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ അതിനാണ് പറയുന്നത്. ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണമെന്ന് പറഞ്ഞാൽ അതിനാണ്. ഹല്ലേലൂയ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിനാണ്. ഈ അന്ത്യകാലത്തിലേക്ക് പോകുന്തോറും പിശാച് അലർന്ന സിംഹം പോലെ ഇങ്ങനെ നടക്കുക, ആരേ വിഴുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. സോ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ഡെലിവർ ചെയ്തു കർത്താവ് ഓൾറെഡി. നമ്മളെ ഈവിൽ നിന്നെല്ലാം കാത്തിരിക്കുന്നു, നമ്മളെ പ്രിസർവ് ചെയ്തിരിക്കുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ മുന്നോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ സ്റ്റില്ലായി അവിടെ നിൽക്കരുത്. എന്താണോ നമ്മളെ പുറകോട്ട് വലിക്കുന്നത് അതിനെ ഓവർകം ചെയ്യണം. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ അതെവിടെയാണ് നമുക്ക് അറിയാൻ സാധിക്കും? നമ്മുടെ വിശ്വാസത്തിലാണ്. സോ എവറി ടൈം പ്രാർത്ഥിക്കാതെ നിങ്ങൾ എങ്ങോട്ടും പോകരുത്. പേഴ്സണൽ പ്രെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോർണിംഗിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം. ആമേ ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പൈതലാണെന്ന് പറയണം. മണവാളൻ തലപ്പാവ് ധരിച്ചിരിക്കുന്ന പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ അണിഞ്ഞിരിക്കുന്ന പോലെ നമ്മളെ രക്ഷയും നീതിയും കൊണ്ട് കർത്താവ് അണിയിച്ചിരിക്കുകയാണ്, ഉടുവിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഫൈദ എന്താണ്? അപ്പം നമ്മൾ വിശ്വസിക്കണം, നമ്മളൊരു ദൈവത്തിൻ്റെ പൈതലാണ്. ഞാൻ സ്റ്റീവേർഡല്ല, ഞാൻ ഓണറാണ്. അമേ കർത്താവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ എന്നെ പ്രിസർവ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നെ എവിടോട്ടെങ്കിലും അയക്കുമ്പോൾ ഞാനല്ല പോകുന്നത്. ചിലർ പറയും, മെസ്സേജ് പറയുമ്പോൾ എനിക്ക് പേടിയാണോ, അയ്യോ സിസ്റ്ററെ അങ്ങനെയൊന്നും ആവശ്യമില്ല. കർത്താവ് ഒരിടത്ത് പോകാൻ പറഞ്ഞോ, ജസ്റ്റ് മൂവ്. നമ്മൾ ആരെയും ഈ കർത്താവിൻ്റെ മനുഷ്യ സൃഷ്ടിയായിട്ടുള്ളതെല്ലാം അവൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോണ് കണക്കിരിക്കുകയാണ്. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെത്തിരിക്കുന്നു. നീ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നിന്നെ വിടുവിക്കും. നീ അവൻ്റെ നാമത്തെ അറിയാൽ നിന്നെ ഉയർത്തും. സോ നെവർ ഫിയറിനെ പിടിച്ചു വയ്ക്കരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. തിമോത്തിയുടെ ലേഖനത്തിൽ പറഞ്ഞു, അമേൻ ശക്തിയുടെയും ബലത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തന്നത്. അമേൻ. അപ്പോൾ ഇനി ഭയം വരുമ്പോൾ നമ്മൾ ഓവർകമറാണെന്ന് പറയണം. നമ്മൾ കർത്താവിൻ്റെ പ്രിയ പൈതലാണെന്ന് പറയണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. For God has not given us a spirit of fear. എന്തിൻ്റെയൊക്കെ ആത്മാവിനെ തന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുടെയും പവർ, ബലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആൻഡ് ലവ് ആൻഡ് ഓഫ് എ സൗണ്ട് മൈൻഡ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. അപ്പം നമുക്ക് സുബോധമുണ്ടാകട്ടെ. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഭയത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് സുബോധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭയത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭീരുത്വത്തിലിരിക്കുന്നത്. നമ്മൾ ഭയത്തിലാന്ന് പറയുന്നത് നമ്മൾ ദൈവസ്നേഹത്തിലല്ല ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. സോ നമുക്ക് ഈ മേഖലകളെയൊക്കെ ഓവർകം ചെയ്യണം. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ. ആമേൻ. കർത്താവ് വന്നത് നമ്മളെ ശക്തീകരിക്കാനും ബലപ്പെടുത്തുവാനുമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ നിഷ്ഠൂരൻ്റെ പാതകളിൽ നിന്ന് വിടുവിക്കും. സങ്കീർത്തനം 17 പറയുന്നു. സങ്കീർത്തനം 34:4 പറയുന്നു, അവൻ എന്നെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഹി ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ്. നമ്മളെ സകല ഭയത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണ്. അമേൻ. സോ നമ്മൾ അന്ധകാരത്തിൻ്റെ മക്കളല്ല, നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ്. അവൻ തോറ്റവന് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ആരെങ്കിലും ഭയത്തിലിരിക്കുന്നുവെങ്കിൽ ഐ കമാൻഡ് ദാറ്റ് fear come out in the name of Jesus Christ. I uproot that fear in the name of Jesus Christ. ആമേ. നിൻ്റെ തലമുറകളാകുന്ന മക്കളെ കർത്താവെ നീ പ്രിസർവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഡെലിവർ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ. അവർ വിക്ടോറിയസായി മുന്നോട്ട് യാത്ര ചെയ്യും. അവർ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഉള്ളം കർത്താവിന് വേണ്ടി ആമേയും കാത്തിരിക്കുന്നു. കർത്താവെ നിൻ്റെ സമാധാനം, പ്രത്യാശ അവരുടെ മേൽ കൊടുക്കണമേ. സകല ഭയത്തിൽ നീ വിടുവിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടു വരുവിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സകല ജാഗ്രതയോട് ഹൃദയത്തെ കാത്തുകൊള്ളുകണ. ആമേ. കർത്താവേ നീ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. നീ നിൻ്റെ മക്കളെ ഉപദേശിച്ച് വഴി കാണിച്ചു കൊടുക്കണമേ. എങ്ങോട്ട് നടക്കണമെന്ന് ദോഷം ചെയ്യാതെ നാവിനെയും അതരത്തെയും കാത്തു സൂക്ഷിക്കാനുള്ള കൃപ കൊടുക്കണം. ശക്തീകരിക്കണം. എവിടെയെല്ലാം ഇവർ കുരുങ്ങുവാൻ ഇടയാകുന്നു അവിടെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കൃപയെ കൊടുക്കണം. സകല ഭയത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവിനെ പകർന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ കർത്താവിനായി സ്തോത്രം. We take victory in the name of Jesus Christ. Amen. Never give up. God bless you. Have a blessed day.
നമ്മുടെ ഫോൺ നമ്പർ 0097155707903 നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു.